ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ച് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. ഇനി ഞാൻ ആ ഭാഗം അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർ ഹെഡ് ടു പ്രൊഡക്ഷൻ. ഇപ്പൊ ഡി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് ഇ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആയ എക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ അവിടെ എഴുതി അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർ ഹെഡ്. ഏത് ഓവർ ഹെഡ്? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിന്റെ ഓവർ ഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നോൺ റെസിപ്രോക്കൽ മെത്തേഡ് ആൻഡ് റെസിപ്രോക്കൽ മെത്തേഡ്. നോൺ റെസിപ്രോക്കൽ മെത്തേഡിനെ നമ്മൾ സ്റ്റെപ്പ് ലാഡർ അറിയാലോ ഇനി. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ആൻഡ് റെസിപ്രോക്കൽ മെത്തേഡ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 3. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, സിമുലേഷൻ ഇക്വേഷൻ ആൻഡ് ട്രയൽ ആൻഡ് എറർ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, സോ നമുക്കിപ്പം സ്റ്റെപ്പ് ആൻഡ് ലാഡർ പഠിക്കണം, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം, സിമുലേഷൻ ഇക്വേഷൻ മെത്തേഡ് പഠിക്കണം. ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ കാണാം. ബോർഡിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പോർഷനിങ് ഇത് ഇവിടെ നോക്കോ. അപ്പോർഷനിങ് നമ്മളിപ്പം അപ്പോർച്ച്മെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ റീ അപ്പോർച്ച്മെന്റ് ചെയ്യുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓവർ ഹെഡ് നമ്മൾ എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് റീ അപ്പോർഷനിങ്. ആൻഡ് ഈ സ്റ്റെപ്പ് ലാഡർ ഏത് ഭാഗത്തിലാണ് പെടുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓവർ ഹെഡ് ഇസ് ഡിവൈഡിങ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. റിപ്പീറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിയും ഇയും ആൻഡ് രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മൂന്നെണ്ണം എ ബി സി. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സർവീസ് ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിയിലെ ഓവർ ഹെഡ് ഡിവൈഡിങ് ടു എ ബി സി ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇ. അതേപോലെ ഇ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർ ഹെഡ് ഡിവൈഡിങ് ടു എ ബി സി ആൻഡ് ഡി. സോ ഈ ഒരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഡയഗ്രത്തിന്റെ റൈറ്റ് സൈഡിൽ കാണാം നിങ്ങൾക്കത്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. സോ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദിസ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇസ് ഡിവൈഡിങ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. നൗ ദിസ് വൺ. ഓക്കെ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചേ. നമ്മൾ ഈ ഓവർ ഹെഡ് കോസ്റ്റിംഗിലെ പ്രോസസ്സ് ആദ്യം അപ്പോർച്ച്മെന്റ് ചെയ്യണം. അപ്പോർച്ച്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ ഹെഡിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. സോ അതിനുശേഷം വരുന്നതാണല്ലോ റീ അപ്പോർഷനിങ്. സോ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് ഗിവൺ ഈ ഒരു പ്രോസസ് കഴിഞ്ഞിട്ടുള്ളതാണ് തന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എ മാനുഫാക്ചറിംഗ് കമ്പനി ഹാസ് 2 production department X and Y and their service department, 3 service department, timekeeping, stores and maintenance. The distribution summary showed the following expenses. Date is given. Production department X and Y 36,000 and 24,000. Service department overhead തന്നിട്ടുണ്ട്. See, അപ്പോർഷൻ ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടലില്ലടോ. അതാണ് ഇവിടെ തന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ അപ്പോർഷൻ ചെയ്ത് കിട്ടിയ എക്സ്പെൻസ് ആണ് ഇവിടെ തന്നത്. സോ അപ്പോർഷനിങ് എന്ന് പറയുന്ന പ്രോസസ് നമുക്ക് ഇവിടെ ചെയ്യണ്ട. ക്ലിയർ ആണല്ലോ. ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗിവൺ. നമ്പർ ഓഫ് എംപ്ലോയി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റോർ റിക്വസിഷൻ, ആവശ്യമുള്ള സ്റ്റോർ റിക്വസിഷൻ ഉള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനും മാത്രം. സോ ഈ സ്റ്റോർസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോസസ് യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വൈ ആൻഡ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. 2 ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, വൺ ഇസ് സ്റ്റോർസ് ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് മെഷീൻ അവർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ വി ആർ using step ladder method. Okay. അതിനേക്കാൾ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ബോർഡിൽ ഇപ്പോൾ കാണാൻ പറ്റും. കോസ്റ്റ് ഓഫ് ടൈം ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. സോ ഹിയർ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണ് ഗിവൺ ആണ്.
പിന്നെ നമുക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളത് അല്ലെ. ടൈം കീപ്പിംഗ്, സ്റ്റോർസ് ആൻഡ് മെയിൻ്റെനൻസ്, അങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൻ്റെത് നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ ആണ് നിങ്ങൾ കാണുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ഗിവൺ. നമ്പർ ഓഫ് സ്റ്റോർ റിക്വസിഷൻ ഗിവൺ ആണ്. സോ അതും നമുക്ക് ബേസ് ഗിവൺ ആണ്. പിന്നെ ഉള്ളത് നമുക്ക് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടേബിളിൽ പറയുന്നുണ്ട് മെഷീൻ ഹവേഴ്സ് അല്ലെങ്കിൽ ലേബർ ഹവേഴ്സ് വർക്ക്. ഹിയർ മെഷീൻ ഹവേഴ്സ് ഗിവൺ ആണ്. സോ സംഭവം പ്രശ്നമൊന്നുമില്ല, നമുക്ക് എങ്ങനെയാ പ്രോബ്ലം ചെയ്യാന്ന് നോക്കാം. ഓക്കെ, എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇത്ര അബദ്ധമല്ല കേട്ടോ, ബട്ട് എനിക്ക് ബോർഡിൽ ഈ പെന്നുകൊണ്ട് എഴുതുമ്പോൾ നീറ്റ്നെസ് കിട്ടാത്ത പോലെ. ഓക്കെ, എനിവേ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, ഇത് ഓക്കെ, നമുക്ക് ആദ്യം മൂന്ന് ഡിപ്പാർട്ട്മെന്റാണ് തന്നത് അല്ലേ. ടൈം കീപ്പിംഗ്, സ്റ്റോഴ്സ് ആൻഡ് മെയിൻ്റെനൻസ്. ഇത് നമുക്ക് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിൽ നമുക്ക് തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. നമുക്കതിനൊരു ഓർഡർ വേണം. ഓക്കെ, ആ ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഹിയർ നിങ്ങൾ അതെങ്ങനെയാ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് നോക്കിയാട്ടോ, എല്ലാത്തിലും നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട് അല്ലേ. അപ്പൊ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്തിന്റെ ബേസിലാ? നമ്പർ ഓഫ് എംപ്ലോയീസ്. സോ ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അറ്റൻഡൻസ് എടുക്കണം, റൈറ്റ്? സോ അങ്ങനെ ആലോചിക്കുന്നതിനേക്കാളും എളുപ്പം ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആലോചിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയാൽ മതി. ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എല്ലാ കോളത്തിലും എക്സിനുണ്ട്, വൈക്കുണ്ട്, സ്റ്റോഴ്സിനുണ്ട്, ടൈം കീപ്പിംഗ് ഉണ്ട്, മെയിൻ്റെനൻസ് ഉണ്ട്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് പ്രിഫറൻസ് ടു ടൈം കീപ്പിംഗ്. ഇനി രണ്ടാമത് നമ്മൾ ഏത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതുക നോക്കാം. സ്റ്റോർസ് ആണ് രണ്ടാമത് നമുക്ക് തന്നത്. സ്റ്റോർസ് എത്ര എണ്ണത്തിലുണ്ടോ? എക്സിലുണ്ട്, വൈയിലുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ബോർഡിലുണ്ടല്ലോ. എക്സിലുണ്ട്, വൈയിലുണ്ട്, മെയിൻ്റെനൻസിലുണ്ട്. സോ 3 ഡിപ്പാർട്ട്മെന്റ് യൂസിങ്. സോ നെക്സ്റ്റ് പ്രിഫറൻസ് സ്റ്റോഴ്സിന് കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു മെയിൻ്റെനൻസ്, ബിക്കോസ് മെഷീൻ അവറിന്റെ ബേസിലാണ് നമ്മൾ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക. ഹിയർ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ. സോ ഓർഡർ ഓഫ് സർവീസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിലും അപ്പോർഷൻ ചെയ്യാൻ പോകുന്നു. സോ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ഇസ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഏതെങ്കിലും ഓർഡറിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ക്ലിയർ? വൈ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്? ബിക്കോസ് ഇറ്റ് ഈസ് used by all other departments. So ഞാൻ ആദ്യം ഡിപ്പാർട്ട്മെന്റിന്റെ ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് മീൻസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ആദ്യം എഴുതാൻ പോകുന്നത്. സോ ഹിയർ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഞാൻ എഴുതും. ഓക്കെ, ഇനി ബേസ് ആണ്. ബേസ് നമുക്ക് ആ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വാട്ട് ഇസ് ദ ബേസ്? നമ്പർ ഓഫ് എംപ്ലോയീസ്. ക്ലിയർ? അപ്പൊ നമ്മൾ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ റേഷ്യോ എടുക്കണം, റൈറ്റ്? നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ റേഷ്യോ എടുക്കുമ്പോൾ അത് വെയിറ്റ് ഡോണ്ട് ഡു തെറ്റുക ചെയ്യണ്ടേ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അതിവിടെ എഴുതിക്കോട്ടെ, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് ബേസിലാണോ എടുക്കാൻ പറഞ്ഞത്? നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോഴ്സ് requisition. Okay, and the last department is maintenance department, and the base is machine hours or labor hours worked and machine hours worked. Here machine hours is given, so machine hours. So ഞാൻ ആദ്യം ഇത് എഴുതി വെച്ചു. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാന്നറിയടോ? ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ബോർഡിൽ പകർത്താൻ പോവാണ്. വെരി സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട് ഫസ്റ്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പോലെ ഉണ്ടാവും. ബട്ട് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഇനി പോട്ടെ. ഈ കോളം നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് എത്രയാണോ? 6,000, റൈറ്റ്? നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓർഡർ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇറ്റ്സ് 6,000 ആൻഡ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സ് 7,500 ആൻഡ് ലാസ്റ്റ് ഇറ്റ്സ് 4,500, റൈറ്റ്? ഓക്കെ, നൗ ഈ ബേസിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ഓർഡർ എഴുതുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഒരു രണ്ടാളും കൂടി ഉണ്ടല്ലേ ഡിപ്പാർട്ട്മെന്റ്സിൽ. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം എഴുതി. നൗ ഇറ്റ് ഇസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ.
ആൻഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് എടുക്കുമ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, എക്സ് ഡിപ്പാർട്ട്മെന്റ്, വൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന റേഷ്യോയിൽ വേണം എടുക്കാൻ. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, എക്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വൈ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിൽ എത്രയുണ്ടോ? 10. Here I am writing. Stores department le number of employees 10, then 5, right? Maintenance department, adutha maintenance department it is 5. Now X and Y it is 20 and 15, right? 20 and 15. ഇത് ചെറുതാക്കിയാൽ നമുക്ക് 2:1:4:3 കിട്ടും, റൈറ്റ്? ഈ റേഷ്യോയിൽ വേണം നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യാൻ. കറക്റ്റ്. കോമൺ ആയിട്ട് വരുത്തുന്നത് അതിൽ കണ്ടിരിക്കുന്ന അതിൽ ഓർഡറിൽ എടുക്കാൻ പാടില്ല. ഈ ഓർഡറിൽ വേണം നമ്മൾ റേഷ്യോനെ ഈ ഓർഡറിൽ വേണം അപ്പോർഷൻ ചെയ്യാൻ. ക്ലിയർ? ഇനി ചില കുട്ടികൾക്ക് ഉണ്ടാവും ചില സമയത്ത് നമ്മൾ സംശയം ബ്ലണ്ടർ ആയിരിക്കില്ലേ. സോ ഇവിടെ ടൈം കീപ്പിങ്ങും കൂടെ എടുക്കണ്ടേ, അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന പിള്ളേരുണ്ട്. സോ എനിക്കിപ്പോൾ എന്നെ കാണാൻ പറ്റില്ലല്ലോ, അപ്പം എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ടൈം കീപ്പിങ്ങിൻ്റെ ഓവർ ഹെഡാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ടൈം കീപ്പിങ്ങിന് എടുക്കാൻ പാടില്ല ഇൻ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ ടൈം കീപ്പിങ്ങിന് വീണ്ടും കൊടുക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയില്ലേ, ഡിയിലത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ABCക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റ് Eക്കും കൊടുക്കുന്ന പ്രോസസ്സാണ് ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഓക്കെ, അപ്പം 6000 നമ്മൾ സ്റ്റോഴ്സിനും മെയിൻ്റനൻസിനും എക്സിനും വൈക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നോക്കിക്കോളെ. ഈ റേഷ്യോ ഇവിടെ എഴുതി ഞാൻ മായ്ച്ചു. ഓക്കെ ഓക്കെ, എഴുതി നോക്കാം. തൊട്ട് ഇപ്പുറത്തെ കോളത്തിലാണ് ഞാൻ എഴുതി. ഇതിന് പല ഫൊമാറ്റ്സ് ഉണ്ട്. ചില കുട്ടികൾ ഈ ടെക്സ്റ്റാണ് കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ അതേപടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഈസി വേ ഒക്കെ ഈസി ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓൾസോ ഈസി. ലെറ്റ്സ് സീ. 6000 ഞാൻ ഇല്ലാണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഈ 4 പേർക്ക് കൊടുക്കാൻ പോകുന്നു. സോ 6000 ഞാൻ ഈ റേഷ്യോയിൽ 2:1:4:3 എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതാൻ പോകും. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മീൻസ് 6000 × 2 ഡിവൈഡഡ് ബൈ എത്രയാണോ 10 അല്ല, 2/10. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് 6000 × 1/10, എക്സിന് 6000 × 4/10. അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. താഴെ 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 താഴെ. ഇറ്റ് ഇസ് 1200 for stores department and 600 for maintenance department, then 2400 for X and 1800 for നമ്മുടെ last department Y. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി ഞാൻ അപ്പം ഈ സംഭവം കഴിഞ്ഞ് 6000 ഇല്ല. ഇപ്പം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓൾ ഓവർ ഹെഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ റിമൈനിങ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിംഗ് ദി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. നൗ അടുത്ത ഞാൻ ആരെടുക്കണോ? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ എടുക്കും. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഒരു കള്ളിയും കൂടെ വരയണം. സോ ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു കള്ളിയും കൂടെ വരണം. ഓക്കെ, നൗ സ്റ്റോഴ്സ് റിക്വസിഷൻ. സ്റ്റോഴ്സ് റിക്വസിഷന്റെ റേഷ്യോ എങ്ങനെയായിരിക്കണം? ആദ്യം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എടുക്കും. നോക്കിക്കോ, നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൻ്റെത് 6 ആണ്. സോ റേഷ്യോ ഇസ് 6:. നൗ എക്സ് ഡിപ്പാർട്ട്മെന്റിന് ഹൗ മച്ച്? 24 and 20. So it is 6:24:20. ഇതിനെ ചെറുതാക്കിയാൽ എത്രയുടെ കിട്ടുക? 3:10:12. റൈറ്റ്? 3:12:10. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും 3:12:10. ഏത് റേഷ്യോയിൽ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു എക്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു വൈ ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷന്റെ ബേസിൽ. So here how much overhead of stores department? 7500 already questionൽ തന്നിട്ടുണ്ട്. ഇപ്പം എക്സ് ഇപ്പം ടൈം കീപ്പിംഗിൻ്റെ അടുത്ത് നിന്ന് എത്ര കിട്ടി? 1200 കിട്ടി. സോ ടോട്ടൽ വി ഹാവ് 8700. സോ നമ്മളിവിടെ എന്ത് എഴുതും? 8700 പോക്കണം. ബിക്കോസ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം ടോട്ടൽ ഓവർ ഹെഡ് എത്ര ഉണ്ടോ? 8700. സോ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യും? അതിന് distributing to maintenance department, X department and Y department. See, divide here 8700 into 3 by 15, sorry 25, right? 25 ചെയ്യാം. ഇത്
8700 into 12 by 25 ചെയ്യാം, 8700 into 10 by 25 ചെയ്യാം. 25 ഒക്കെ കിട്ടുന്ന അറിയാലോ, ഇതെല്ലാം ആഡ് ചെയ്തതാണ്. ഇതിന് ഈ റേഷ്യോയിൽ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സോ 8700 ഇറ്റ് ഈസ് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? നൗ 4176 and the last one it is 3480. Okay, I'm rubbing it. ഇനി ആരാടോ അടുത്ത നമ്മളെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യും, അടുത്ത കോളം ഇങ്ങനെ വരയും, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ എത്ര ഉണ്ടോ? 4500 given in the question, 600 got from time ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പോർഷൻ ചെയ്യുമ്പോൾ ആൻഡ് 1044 got from സോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പോർഷൻ ചെയ്യുമ്പോൾ. സോ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് എത്ര, അത് പ്ലസ് അത് പ്ലസ് അത് 6144. സോ ഇതിനെ നമ്മൾ എന്താക്കണം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കണം. ടോട്ടൽ 6114, അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കുക മീൻസ് ബാക്കി രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനെ അപ്പോർഷൻ ചെയ്തു. ബാക്കി രണ്ട് ഡിപ്പാർട്ട്മെന്റ് x/y ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലാണ്ടിട്ടാണ് x/y എന്ന് എഴുതിയത്, x/y എന്നൊന്നും എഴുതി വെച്ചേക്കില്ല. ഇറ്റ് ഇസ് 18:12, റൈറ്റ്? 18:12. ഇതിനാ 6:4, ദാറ്റ് ഇസ് 3:2. സോ ഇതിന്റെ റേഷ്യോ ഇസ് 3:2. സോ നമ്മളിവിടെ 3:2 എന്ന് എഴുതും. ഇതിന് 3/5 ഇവിടെയും 6144 into 2/5 ഇവിടെയും കൊടുക്കും. സോ ഇറ്റ് ഇസ് 3686 and the next is 2452. Okay, ഇനി നിങ്ങൾ പറയട്ടോ, ഇനി ഏതെങ്കിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിഞ്ഞില്ലേ? ഇനി ഒന്നും ഇപ്പോൾ സ്റ്റാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ 0 ആയി, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ 0 ആയി, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഓവർ ഹെഡ് 0 മീൻസ് ഇറ്റ് ഇസ് അപ്പോർഷൻ ടു ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എല്ലാവരുടെ അടുത്തായി, എക്സിന്റെ അടുത്തും വൈൻ്റെ അടുത്തും. ഇപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഓവർ ഹെഡ് എന്തായി, 0 ആയി. ഇനി ലാസ്റ്റ് പ്രോസസ് ഇതുണ്ടാ, എക്സിൻ്റെത് 2400, ഇത് മൂന്നെണ്ണം ആഡ് ചെയ്യുക. സോ ദാറ്റ് ഇസ് ടോട്ടൽ ഓഫ് എക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ എത്രയാന്ന് നോക്കുക. എത്രയാടോ? ലാസ്റ്റ് 46,262. നിങ്ങൾ ചെയ്ത് നോക്കണേ, ചിലപ്പോൾ പോയിന്റ്സിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. 31738 ഇതിന്റെയും ടോട്ടൽ, ഇത് മൂന്ന് ആഡ് ചെയ്യുക, ടോട്ടൽ ഇവിടെ ഇത്. ദാറ്റ് ഇസ് എക്സിന്റെ ടോട്ടൽ ഓവർ ഹെഡ് എത്രയാടോ? ഇത്ര. വൈൻ്റെ ടോട്ടൽ ഓവർ ഹെഡ് എത്രയാ? ഇത് മൂന്നും ആഡ് ചെയ്തിട്ട്. സോ ദിസ് ഇസ് ദ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതൊരു സ്റ്റെപ്പ് ലാഡർ പോലെ ഇല്ല, ഇങ്ങനെ കയറി പോകുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഇറ്റ് ഇസ് വെരി ഈസി, ബട്ട് പെട്ടെന്ന് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാത്ത പോലെ തോന്നും. ബട്ട് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തെന്ന ഇറ്റ് ഈസ് വെരി ഈസി. സോ റേഷ്യോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന്റെ താഴെയുള്ളത്. അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ തന്ന ഓർഡർ എടുത്താൽ തെറ്റും. സോ യു ഹാവ് ടു ടേക്ക് ഇൻ ദിസ് ഓർഡർ. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം എഴുതണം, പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓർഡറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് നോക്കണം. അതിന്റെ ബേസിൽ വേണം നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതാൻ. അല്ലാണ്ട് ഏതെങ്കിലും ഓർഡറിൽ നിങ്ങൾ എഴുതിയാൽ ആൻസർ കിട്ടുകയില്ല, ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്.